കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അല്പം ഇഞ്ചി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. പച്ചമുളക് 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരി അനുസരിച്ച് പച്ചമുളകാണ്. നല്ലപോലെ ഇളക്കി ചേർക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും കൂടെ നമുക്ക് ചേർക്കാം. ക്യാബേജും ക്യാരറ്റും ഒന്ന് വഴണ്ടാനായിട്ട് ക്യാബേജും ക്യാരറ്റും വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ മിക്സിയിൽ. അല്പം വെളുത്തുള്ളിയൂടെ ചേർത്തിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി തേങ്ങ ചെറിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു മിനിറ്റ് കൂടി ആവിയിൽ അധികം വെന്ത് പോകാതെ വെളിക്കുന്നതാണ് എപ്പോഴും തോരന് പ്രത്യേകം ഒരു ടേസ്റ്റ്. നമുക്ക് എന്നിട്ട് ഇനി ഇതൊന്ന് നല്ലതായിട്ട് അമർത്തി കൊടുക്കാം. തോരന് എപ്പോഴും തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അടച്ചു വെച്ചാൽ ആവി കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്ന് തന്നെ വേവിക്കുക. എളുപ്പം വേവുന്നതാണ് ക്യാരറ്റും ക്യാബേജും ഒക്കെ. എളുപ്പം ഒരു ആവിയിൽ തന്നെ അത് വെന്ത് കിട്ടുന്നതാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാം. നല്ല കളർഫുൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്.